അഡ്വക്കേറ്റ് സി അരുൺകുമാറിനൊപ്പം. എന്തുകൊണ്ട്? അദ്ദേഹം വിദ്യാസമ്പന്നനാണ്. പിന്നെ കൊടിക്കുന്നിൽ സുരേഷാണല്ലോ. കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ പോയാൽ നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ വരുന്നെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് വരുന്നതെങ്കിലും അവർക്ക് സത്യപ്രതിജ്ഞ കൊടുക്കുന്ന പ്രോട്ടസ്റ്റ് സ്പീക്കറാണ്. സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഏറ്റവും മിടുമിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഡ്വക്കേറ്റ് സി അരുൺകുമാർ. യാതൊരു സംശയവും. കൊടിക്കുന്നിൽ സുരേഷ് എന്താ കുറവ്? കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ ഒരു സെക്കൻഡ് സാർ, എനിക്ക് ചോദിക്കാനുള്ള UDFന്റെ പ്രതിനിധിയോടാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് നമ്മുടെ മാവേലിക്കര പാർലമെന്റിന്റെ സാരഥിയായിട്ട് MP ആയിട്ട് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. നമുക്കറിയാം, നമ്മൾ ചാനൽ ചർച്ചയിലൂടെ എല്ലാം കേട്ടുള്ള അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹം വഹിക്കാത്ത ചുമതലകളില്ല എന്നുള്ളതാണ്. അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ 2 പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് നമ്മുടെ കശുവണ്ടി മേഖലയും അതേപോലെ NRES തൊഴിലുറപ്പ് പദ്ധതി. ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായിട്ട് അവരുടെ ക്ഷേമകാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടോ ESI ആനുകൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പരിരക്ഷ അദ്ദേഹം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തതെന്നാണ് എന്റെ ചോദ്യം.